പ്രൈസ് ക്രൈസ്റ്റുമിന്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം സേവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെ ഒരു ആശയങ്ങൾ അറിയിക്കുന്നു. അത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ആമേൻ ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു. അവൻ എന്നെ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു. ആമേൻ ഹല്ലേലൂയ. പെരുവെള്ളത്തിൽ നിന്നെ വിടുവിച്ചു എന്ന്. ഈ സങ്കീർത്തനം ദാവീദിനെ കുറിച്ചാണ് പറയുന്നത്. ദാവീദ് ആണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ പറയുകയാണ്, കർത്താവ് എന്നെ ഉയരത്തിൽ നിന്ന് കൈ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരിൽ നിന്നും പരിചയ പക്കൽ നിന്നും എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവർ ആയിരുന്നു. എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. നമുക്കറിയാം സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായവും 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായവും നാം വായിക്കുമ്പോൾ രണ്ടും ഒരാൾ തന്നെയാണ് എഴുതിയത്. രണ്ടും ഒരേ വചനങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. കാതലായ വിഷയങ്ങൾ രണ്ടും ഒരേ വിഷയങ്ങളാണ്. ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഹല്ലേലൂയ ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ പറയുകയാണ്, അവൻ എന്നെ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി പിടിച്ചു എന്ന്. പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു എന്ന്. പെരുവെള്ളം എന്ന് ഉദ്ദേശിക്കുന്ന തൻ്റെ നേരെ അലറി അടുക്കുന്ന പ്രശ്ന സങ്കീർണമായ അവസ്ഥകളെയാണ് ദാവീദ് ഇവിടെ പറയുന്നത്. ദാവീദ് ഹല്ലേലൂയ യഹൂദാ ഗോത്രത്തിന്റെ രാജാവായിരുന്നു. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് ജീവിതത്തിൽ ദൈവത്താൽ ദൈവിക വാഗ്ദത്താൽ രാജാവായപ്പോൾ അന്ന് തൊട്ട് തനിക്ക് സ്വസ്ഥത എന്തെന്ന് ദാവീദ് അറിഞ്ഞിട്ടില്ല. തന്നെ കൊന്ന് നശിപ്പിച്ചു കളയുവാൻ നടക്കുന്ന ശൗൽ, ഹല്ലേലൂയ ശൗലിന്റെ അകത്ത് ദുരാത്മാവ് എന്ത് ചെയ്തു? ശൗലിനെ ദാവീദിനെ കൊന്നു കളയുവാൻ ശ്രമിച്ചു. നമുക്കറിയാം, ദൈവം നമുക്ക് ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ആദ്യ സമയങ്ങളിൽ മാതാപിതാക്കളിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടവനായി ജീവിച്ച വ്യക്തി. കുടുംബത്തിലെ ഒരു നല്ല കാര്യങ്ങൾക്ക് പോലും ഹല്ലേലൂയ ദാവീദിനെ അവര് കൂട്ടു ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ദാവീദിനെ ഇശായി ദാവീദിന് ഹല്ലേലൂയ രഹസ്യത്തിൽ, അതായത് തന്റെ ദാസിന്നുണ്ടായ മകനാണ് ദാവീദ്. അതുകൊണ്ട് തന്നെ കുടുംബം അംഗീകരിച്ചിരുന്നില്ല ദാവീദിനെ. ഹല്ലേലൂയ തന്റെ പിതാവും അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ശമൂവേൽ വരുമ്പോൾ ഹല്ലേലൂയ ദാവീദിനെ ഒഴിച്ച് മറ്റു മക്കളെല്ലാം ആ കുടുംബത്തിലുണ്ടായിരുന്നു. കാരണം നല്ല കാര്യങ്ങളിൽ അല്ലെങ്കിൽ യോഗ്യമായ കാര്യങ്ങളിൽ ഹല്ലേലൂയ ദാവീദിനെ കുടുംബം അംഗീകരിച്ചിരുന്നില്ല. അവനെ ഹല്ലേലൂയ ഇസ്രായേലിന്റെ ഒരു തൊഴിലാണ് ആട് വളർത്തൽ. ആട് വളർത്തലുകൾക്ക് എന്ത് ചെയ്യുക? വിദ്യാഭ്യാസമില്ലാത്ത കഴിവില്ലാത്ത വ്യക്തികൾക്കാണ് ഹല്ലേലൂയ കുടുംബങ്ങൾ എന്ത് ചെയ്യുക? ഈ തൊഴിലേർ മറ്റുള്ള നമുക്ക് ശൗലിന്റെ സൈനിക അംഗത്വത്തിലുള്ളവരായിരുന്നു ദാവീദിന്റെ സഹോദരങ്ങൾ. അപ്പൊ അവര് എന്താ പറയുക, ബലവാന്മാരായിരുന്നു. വിദ്യാഭ്യാസം കൊണ്ടും ആരോഗ്യം കൊണ്ടും ശക്തി കൊണ്ടും ഒക്കെ എന്ത് ചെയ്യുക? പുറമേ ഉള്ള ബലമുള്ളവരായിരുന്നു. ദാവീദ് എല്ലാത്തിൽ നിന്നും ബലഹീനനായ ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയും ദാവീദിന് ശത്രുക്കൾ ഉണ്ടായിരുന്നു അല്ലേ? ഫിലിസ്തീന്, മോവാബിന്, അമ്മോമിനര്, ഏദോമിനൊക്കെ എന്ത് ചെയ്യുക? ദാവീദിന് നേരെ ഹല്ലേലൂയ യുദ്ധത്തിനായി വന്നു. സ്വന്തം മകനായ അബ്ശാലോമും തനിക്ക് നേരെ യുദ്ധത്തിന് വന്നു. അമ്നോൻ യുദ്ധത്തിന് വന്നു. എല്ലാ ശൗലാണ്, ഈ അമ്മായിപ്പനായ ശൗല് പോലും തന്നെ കൊന്നു കളയുവാൻ ഹല്ലേലൂയ തന്റെ നേരെ പാഞ്ഞ അനുഭവങ്ങൾ ഹല്ലേലൂയ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്തിനാണ് ദാവീദ് രാജാവാകുന്നു രാജാവാകും എന്നുള്ള ഉറപ്പ് ഹല്ലേലൂയ ഇവർക്ക് മനസ്സിലായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ ദാവീദിന് നേരെ അവർ ചീഞ്ഞി പാഞ്ഞു അടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഹല്ലേലൂയ ആ വാക്യത്തെ കുറിച്ച് ഒന്നുകൂടെ ആഴമായി പഠിക്കുകയാണെങ്കിൽ പറയുകയാണ്, അവൻ എന്നെ ഉയരത്തിൽ നിന്ന് പിടിച്ചെടുത്തു. ഉയരത്തിൽ നിന്ന് ഹല്ലേലൂയ കുഴിയിലേക്ക് പോയിരുന്ന ദാവീദിനെ കർത്താവ് എന്ത് ചെയ്തു?
ഉയരത്തിൽ നിന്ന് പിടിച്ചെടുത്തു. അവൻ പാപപങ്കിലമായ ഒരു ജീവിതത്തിലേക്ക് കടന്നുപോയ ദാവീദിനോട് ദൈവത്തിന്റെ ആത്മാവിലൂടെ ദൈവത്തിന്റെ പ്രവാചകൻ അരുളപ്പാട് കൊടുത്തപ്പോൾ ആമേൻ എന്ത് ചെയ്യുക, ഹല്ലേലൂയ, അതിൽ നിന്ന് അവൻ മടങ്ങി വരുവാൻ ഇടയായി. പെരുവെള്ളത്തിനെ വലിച്ചെടുത്തു എന്ന് പറയുകയാണ്. പെരുവെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രശ്നസങ്കീർണമായ തിരയടിച്ചു വരുന്ന തിരമാലയ്ക്ക് അനുസരണമായിരിക്കുന്ന പ്രശ്നങ്ങളെ ആണ്. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന്, അതായത് ഹല്ലേലൂയ, നമ്മളിപ്പോ വായിച്ചത് പറഞ്ഞതുപോലെ അമ്മോന്യർ, ഹല്ലേലൂയ, അങ്ങനെയുള്ള ഫെലിസ്ത്യർ, ഹല്ലേലൂയ, തന്റെ തലമുറകൾ അവരിൽ നിന്ന് എന്ത് ചെയ്തു, തന്നെ കൊന്നു കളയുവാൻ ഹല്ലേലൂയ ആഞ്ഞു വന്ന ഹല്ലേലൂയ ആ ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നെല്ലാം എന്ത് ചെയ്യാം, ദൈവം ദാവീദിനെ വിടുവിച്ചു. തന്നെ പകച്ചവരെ പക്കൽ നിന്ന് വിടുവിച്ചു. നോക്കുക, ഇവിടെ പല കാര്യങ്ങൾ പറയാൻ. ഉയരത്തിൽ നിന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുത്തു, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരിൽ നിന്നും എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ഈ എനിക്ക് നേരെ കടന്നു വന്നവരെല്ലാം എന്ത് ചെയ്യാം, എന്നേക്കാൾ ബലമേറിയവരായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുകയാണ്, ദാവീദിന് ബലമില്ലെന്നല്ല, രാജാവാണ്. പക്ഷെ എന്നാൽ താനായിരിക്കുന്ന ബലം മാനുഷികമാണെന്ന് മനസ്സിലാക്കിയ ദാവീദ് ഇത് പറയുകയാണ്, എന്നേക്കാൾ ബലമേറിയ ശത്രുക്കൾ എൻ്റെ നേരെ ആഞ്ഞടിച്ചപ്പോൾ ദൈവമാണ് എനിക്ക് തുണ നിന്നത്. അവരെന്നെ എൻ്റെ അനർത്ഥ ദിവസത്തിൽ, എൻ്റെ കഷ്ട ദിവസത്തിലാണ് അവരെന്നെ ആക്രമിച്ചു. എന്നാൽ ദൈവം തുണയായിരുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഈ തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങളുടെ നേരെ നിങ്ങൾക്ക് നേരെ കടന്നു വരുന്ന ശത്രു പിശാചിന്റെ പ്രവൃത്തികളെ അവർ നിന്റെ നേരെ അയച്ചാലും ഹല്ലേലൂയ, നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ, നിങ്ങളുടെ കഷ്ട ദിവസത്തിൽ, നിങ്ങൾ ഭാരപ്പെട്ട ദിവസത്തിൽ, നിങ്ങളുടെ വേദനയുടെ ദിവസത്തിൽ, നിങ്ങളുടെ സങ്കട ദിവസത്തിൽ കർത്താവ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തുണ നിൽക്കും. ഹല്ലേലൂയ. ഒരു മനുഷ്യനും നിങ്ങളെ തകർക്കുവാൻ കഴിയാത്ത വിധം ദൈവം നിങ്ങൾക്ക് തുണ നിൽക്കും. മനുഷ്യന്റെ ശക്തികൾക്ക് പരിധികളുണ്ട്, അവന്റെ പ്രവൃത്തികൾക്ക് പരിധികളുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത ദൈവം, ദൈവത്തിന്റെ പരിധിയില്ലാത്ത ശക്തിയാൽ, ദൈവത്തിന്റെ പരിധിയില്ലാത്ത സാന്നിധ്യത്താൽ നിങ്ങളെ എന്ത് ചെയ്യും, ദൈവം അവിടെ നിന്ന് വിടുവിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ദൈവം നിങ്ങളെ വിശാലതയിലേക്ക് നടത്തും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവം പ്രസാദിച്ച് നിങ്ങളെ എന്ത് ചെയ്യാം, ദൈവം വിശാലതയിലേക്ക് നടത്തുക തന്നെ ചെയ്യും. ഭാരപ്പെടും നിരാശപ്പെടും ജീവിതത്തിൽ ഹല്ലേലൂയ, നിങ്ങളുടെ നേരെ ശത്രുവായവൻ ഹല്ലേലൂയ അഴിച്ചുവിടുമ്പോ അവന്റെ സകല ശക്തിയും ദൈവം എന്ത് ചെയ്യുക, തുടച്ചു മാറ്റും. ദൈവമാണ് ശക്തനായ ദൈവം. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ തിരുവചന സന്ദേശത്തെ ശ്രവിക്കുന്നവരോട് നിങ്ങൾക്ക് നേരെ കടന്നു വരുന്ന തിരമാല പോലുള്ള വിഷയങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങൾക്കായി ഇറങ്ങും. ദാവീദിനെ ദൈവം വിടുവിച്ചെങ്കിൽ, ദാവീദിനെ ദൈവത്തിന്റെ പ്രശ്നങ്ങൾ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ നിശ്ചയമായും നിങ്ങളെയും ദൈവം വിടുവിക്കും. കർത്താവിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. ദാവീദ് മനുഷ്യനെ ആശ്രയിക്കാൻ പോയില്ല. ദാവീദ് നേരെ കടന്നു വരുന്ന വ്യക്തികൾക്ക് നേരായി യുദ്ധം ചെയ്യാൻ ദാവീദ് പോയില്ല. പകരം ദൈവത്തിന്റെ സന്നിധി പരിപൂർണമായി സമർപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി. ഇന്ന് പകൽക്കാലം നിങ്ങൾ അപ്രകാരം ചെയ്യുന്നെങ്കിൽ, ദാവീദിനെ പോലെ ദൈവത്തിന്റെ സന്നിധി നിങ്ങൾ സാഷ്ടാംഗം വീണ് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കണമെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. നിങ്ങളെ വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. നിന്നിൽ പ്രസാദിച്ച് ദൈവം നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരും. നിശ്ചയമായും കർത്താവ് അങ്ങനെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.